നമസ്കാരം. വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഫോൺ. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേശ് കുമാർ തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി. രണ്ടാം ദിവസവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഡി സ്കൂളിലെത്തിയത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ച ശേഷം സ്കൂളിലെ 3 വിഭാഗം മേധാവികളോടൊപ്പം വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. സ്കൂളിലുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരവും ഗൗരവമുള്ളതാണെന്നും കുട്ടികളുടെ സുരക്ഷ പ്രധാനമാണെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കെ.പി. രമേശ് കുമാർ പറഞ്ഞു. വിദ്യാലയത്തിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് 3 വിഭാഗം മേധാവികളുമായിട്ട് ചേർന്നുകൊണ്ട് പരിശോധിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഏറ്റവും മികച്ച രീതിയിലാണ് ഈ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവം, ഒരു കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചോറ്റുപാത്രത്തിലേക്ക് മുകളിൽ നിന്ന് തേരട്ട വീണതുമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിദ്യാലയത്തിൽ ഒരുക്കണം. കുട്ടികളുടെ സുരക്ഷയ്ക്ക് യാതൊരു തരത്തിലുമുള്ള വിഘാതം ഉണ്ടാകരുത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വിഭാഗം മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഏതായാലും ഈ അടിയന്തര സാഹചര്യത്തിൽ വിദ്യാലയത്തിന് കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പുഴുശല്യമുള്ള ക്ലാസ് മുറികൾ ഇനിയുള്ള 2-3 ദിവസം അടച്ചിടുകയും അവിടെ ലഘുവായ കീടനാശിനികൾ, കുട്ടികൾക്ക് അപകടകരമല്ലാത്ത കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മുറികളിലുള്ള പുഴു ഇഴജന്തു ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡയറ്റുമായി അതിരിടുന്ന ഭാഗത്ത് അവിടെ നിന്ന് ക്ഷുദ്രജീവികളൊന്നും സ്കൂളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് സ്ഥാപിക്കാൻ PTA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും PTA അടിയന്തരമായി ചെയ്യും. അതോടൊപ്പം കുട്ടികൾക്ക് ടോയ്ലറ്റുകളുടെ എണ്ണത്തിൽ ഉള്ള കുറവ് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം 3 വിഭാഗം മേധാവികളും നിലവിൽ കുട്ടികൾ ഈ സ്കൂളിൽ ലഭ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ക്രമീകരണം പരസ്പരം ഉണ്ടാക്കുകയും ആ ടോയ്ലറ്റുകൾ അവനവൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ശുചിയായി സൂക്ഷിക്കുക എന്നൊരു പൗരധർമ്മത്തിൻ്റെ രീതിയിൽ തന്നെ അത് വൃത്തികേടാവാതിരിക്കാനുള്ള നടപടികൾ ഉപയോഗിക്കുന്നവരും അതോടൊപ്പം സ്കൂളിലെ ശുചീകരണ ജീവനക്കാരും ഉറപ്പുവരുത്തും. ആ കാര്യത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ PTA ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ഡയറ്റ് കോമ്പൗണ്ടിൽ നിന്ന് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ RRTF ടീമിനെ കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വെട്ടി നീക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിൽ പുഴുശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് മുറികൾ 2 ദിവസം അടച്ചിടുകയും അതുവരെ താൽക്കാലികമായി ഈ സ്കൂളിൽ എങ്ങനെയാണ് അധ്യയനം കുട്ടികൾക്ക് പുനഃക്രമീകരിക്കാവുന്നത്, ആവശ്യമെങ്കിൽ ചെറിയ ഒരു സെഷണൽ സമ്പ്രദായം 2 ദിവസം അങ്ങനെ ക്രമീകരിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിനുള്ള ആലോചന നടത്താൻ PTA-ക്കും അതുപോലെ അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ടാം ദിവസവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേശ് കുമാർ സ്കൂൾ സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവവും നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ ഡിഡിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സ്കൂളിലെ 3 വിഭാഗം മേധാവികൾക്കൊപ്പം സ്കൂൾ സന്ദർശിക്കുകയും നിലവിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. സ്കൂളിലുണ്ടായ സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരവും ഗൗരവമേറിയതുമാണ്. പുഴുശല്യമുള്ള ക്ലാസ് മുറികൾ 2 ദിവസം അടച്ചിടാനും വിദ്യാർത്ഥികൾക്ക് ദോഷകരമല്ലാത്ത ലഘുവായ കീടനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കാനും നിർദ്ദേശം നൽകിയതായും കെ.പി. രമേശ് കുമാർ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ.